കണ്ണൂരിൽ ട്രെയിൻ തടഞ്ഞ കെഎസ്യു പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. നീറ്റ് പരീക്ഷ അട്ടിമറിയിൽ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു ട്രെയിൻ തടഞ്ഞത്. കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു സമരം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇതിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഡൽഹി പോലീസ് നടത്തുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് കണ്ണൂരിൽ കെഎസ്യു പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞത്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ കണ്ണൂരിൽ നിന്നും യാത്ര തിരിക്കാനിരുന്ന ട്രെയിനിനു മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചു. സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ സമരത്തിന് കെഎസ്യു ജില്ലാ പ്രസിഡന്റ് MC അതുലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. രാഹുൽ ഗാന്ധിയെ അടക്കം വലിച്ചിഴച്ച പോലീസ് നടപടിക്കെതിരെ അതിശക്തമായ പ്രതിഷേധം തുടരുമെന്ന് MC അതുൽ പറഞ്ഞു. ഈ സമരം BJP എന്ന് പറയുന്ന നരാധമ സർക്കാർ, ഫാസിസ്റ്റ് സർക്കാരിൻ്റെ അന്ത്യം കാണുന്നതിന് വേണ്ടിയുള്ള സമരമാണ്. ഡൽഹിയിൽ ഉൾപ്പെടെ വലിയ സമരങ്ങൾക്ക് നേതൃത്വം യുവജനങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത്, വിദ്യാർത്ഥികളാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇവർക്കിത് കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഇനിയും എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? അതിന് കഴിയില്ല. സമരം ഏതറ്റം വരെ പോകാനും ഇന്ത്യ രാജ്യത്തിനകത്തുള്ള വിദ്യാർത്ഥി സമൂഹം തയ്യാറാണ്. കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ ഈ സമരങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അവിടെ പ്രതിഷേധത്തിനൊക്കെ തന്നെ വന്നു, കണ്ടില്ലേ നമ്മൾ. ആ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കെഎസ്യു ഇതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ട്രെയിൻ തടയുന്ന സമരങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കുന്നത്. സമരത്തിന് കെഎസ്യു ജില്ലാ വൈസ് പ്രസിഡന്റ് അഷിത് അശോകൻ, ജില്ലാ സെക്രട്ടറി സൂരജ് പരിയാരം, മുബാസ് CH, അർജുൻ ചാലാട്ട്, പ്രകീർത്ത് മുണ്ടേരി, AM സൂര്യതേജ്, വൈഷ്ണവ് മലപ്പിലായി, ഗോകുൽ രാജ്, ആദിത്യൻ, സിനാൻ സലീം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.